യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരമ്പര ഈ എപ്പിസോഡുകൂടെ നമ്മൾ അവസാനിപ്പിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും അവർ ഉന്നയിച്ചതുമായ ചില ചോദ്യങ്ങളാണ്. ഈ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മൾ ഈ പരമ്പരയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഈ സാമൂഹ്യ ദർശനത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ മഹത്വമാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പല കാലഘട്ടങ്ങളിലും അടിമത്ത സമ്പ്രദായം പല രാജ്യങ്ങളിലും നിലനിന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഈ അടിമത്ത സമ്പ്രദായത്തിൻ്റെ മുമ്പിൽ സഭ പലപ്പോഴും മൗനം പാലിച്ചതോ അല്ലെങ്കിൽ കണ്ണടച്ചതോ ആയിട്ടുള്ള പലപ്പോഴും വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നു? സഭയുടെ സാമൂഹ്യ ദർശനം സാറ് വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ മനുഷ്യ മഹത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും ഒക്കെ പഠിപ്പിക്കുന്നു സഭ. പക്ഷേ ഈ അടിമത്ത സമ്പ്രദായത്തിൻ്റെ കാര്യത്തിൽ സഭയുടെ നിലപാട് ചിലപ്പോഴെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ട ഒരു നിലപാടാണ്, ചരിത്രത്തിലെ നിലപാട്. അപ്പോൾ അതൊരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ചരിത്രത്തിലെ ചില കാര്യങ്ങളിലേക്കൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എല്ലാ ജനതകളുടെ ഇടയിലും അടിമത്ത സമ്പ്രദായം എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു സമ്പ്രദായമായിരുന്നു അടിമത്ത സമ്പ്രദായം, വ്യവസ്ഥിതി. പ്രത്യേകിച്ച് ഗ്രേക്കോ റോമൻ ലോകത്തിൽ ഗ്രീക്കുകാരുടെ ഇടയിലും റോമക്കാരുടെ ഇടയിലും ഒക്കെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ 35% ജനത റോമ സാമ്രാജ്യത്തിൽ ഈ അടിമകൾ എന്നുള്ളൊരു വിഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് പറയുന്നത്. വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു സ്വാഭാവിക അവസ്ഥയായിരുന്നു, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സമ്പ്രദായം, നിലവിലുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് ഇത് പരിഗണിച്ചിരുന്നത്. അപ്പോൾ അതിനോടുള്ള സമീപനം ബൈബിളിൽ നമ്മൾ സെൻറ്റ് പൗലോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ അടിമകളിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ യജമാനന്മാർക്ക് നിങ്ങൾ വിധേയരായിരിക്കുവിൻ, ദാസന്മാർ നിങ്ങൾ യജമാനന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. സന്തോഷത്തോടുകൂടി അവർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുകൂടി പറയുന്നു. അതേസമയം അപ്പം ചിലർ പറയുന്നത് അദ്ദേഹം അടിമത്ത സമ്പ്രദായത്തെ ന്യായീകരിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ന്യായീകരിക്കുകയാണ്. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ അടിമയായിട്ടാണ് ആ സമയത്താണ് വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ അടിമയായിട്ട് തുടരുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഉടമയോട്, അടിമയുടെ ഉടമയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും, അടിമയും ഉടമയും, നിങ്ങൾ രണ്ടു കൂട്ടരും ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്. അപ്പം ക്രിസ്തുവിൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യത്തിൽ നിങ്ങൾ കരുണയോടെ സ്നേഹത്തോടെ നിങ്ങളുടെ ദാസന്മാരോട് പെരുമാറുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരേ യജമാനാണുള്ളത് എന്നുള്ളതാണ്. അപ്പം നിലവിലുള്ള ഒരു സമ്പ്രദായത്തെ പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം മാറ്റാനായിട്ടില്ല. പക്ഷേ മനോഭാവത്തിൽ മാറ്റം വരുത്തുക ഒരു അംഗീകരിക്കപ്പെട്ടൊരു അനുഭവമായിരുന്നു. എല്ലായിടത്തും അങ്ങനെയായിരുന്നു, എല്ലാ ദേശങ്ങളിലും അങ്ങനെയായിരുന്നു. തിന്മയായിട്ടൊന്നും കരുതിയിരുന്നില്ല. പക്ഷേ അവരോട്
സ്നേഹത്തോടെ കരുണയോടുകൂടി പെരുമാറുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ പറമ്പുകളിലും ഒക്കെ ജോലി ചെയ്യാനായിട്ടുള്ളതുണ്ട്. പക്ഷേ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം അത് ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഫിലമോൻ്റെ അദ്ദേഹം ഒരു സമ്പന്നനായിട്ടുള്ള ക്രൈസ്തവനായിരുന്നിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒനേസിമുസ് എന്ന് പറയുന്ന ഒരു അടിമ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് സംഭവം നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് പൗലോസിൻ്റെ കൂടെ കുറേ നാളുണ്ടായിരുന്നു. അപ്പം തിരിച്ച് പൗലോസ് ഒനേസിമുസിനെ ഫിലമോൻ്റെ പക്കലേക്ക് അയക്കുകയാണ്. അപ്പോൾ എങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കണം? നിൻ്റെ ഒരു സഹോദരനായിട്ട് നീ അവനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പൗലോസിൻ്റെ ആ ഒരു മനോഭാവം നമ്മൾ ഓർക്കണം. ഇതാണ് ക്രൈസ്തവ മനോഭാവം. ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷേ അവരോട് ക്രൂരമായിട്ട് പെരുമാറരുത്. കരുണയോടുകൂടി ക്രൈസ്തവ ചൈതന്യത്തിൽ, ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ അവരോട് പെരുമാറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ചരിത്രം നോക്കുമ്പോഴത്തേക്കും ഈ ഒരു മാർപ്പാപ്പ, കലിസ്റ്റസ് മാർപ്പാപ്പ, അദ്ദേഹം 218 മുതൽ 222 വരെ സഭയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ്. കലിസ്റ്റസ് മാർപ്പാപ്പയാണ്. അപ്പോൾ അദ്ദേഹം അടിമയായിരുന്നു. അടിമയാണ് പിന്നീട് മാർപ്പാപ്പയായിട്ട് തീർന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ചരിത്രത്തിൽ ഈ ഒരു ആ വ്യവസ്ഥ കുറേ നാളിങ്ങനെ നീണ്ടു നിന്നിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു സാധാരണ ഒരു സമ്പ്രദായം എന്നുള്ള നിലയിൽ ആണ് അംഗീകരിച്ചിരുന്നൊരു കാര്യം. പക്ഷെ 15-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ പല സ്ഥലത്തും കോളനികൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ജോലി ചെയ്യാനായിട്ട് ഉള്ളത് അവന് വേണ്ടിയിട്ട് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ അവർ ജോലി ചെയ്യാനായിട്ട് നിയോഗിച്ചു. അവരെ ഒരടിമകളായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആ സമ്പ്രദായത്തോട് സഭ ചിലപ്പോഴെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആ സമ്പ്രദായത്തോട് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ, അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തപ്പോൾ. അപ്പം അങ്ങനെ ഉള്ള കാലഘട്ടത്തിൽ ചില മാർപ്പാപ്പന്മാർ പറഞ്ഞു, ഇപ്പോൾ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഇങ്ങനെ അടിമകളാക്കി വെക്കുന്നതിൽ കുഴപ്പമില്ല. അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിടുവിക്കണം, അവരെ സ്വതന്ത്രരാക്കണം. അപ്പം തദ്ദേശീയരായിട്ടുള്ള വ്യക്തികളെ എന്ന് പറഞ്ഞാൽ അവിടെ വസിച്ചുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരെ അടിമകളാക്കുന്ന, അങ്ങനെയാണ് പിന്നീട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അടിമകളായിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് സഭ തെറ്റായിട്ടൊന്നും കാണാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതേസമയം ഇത് തെറ്റാണ് എന്ന് പറയുന്ന മാർപ്പാപ്പന്മാരും ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഞാൻ പണ്ട് ശ്രദ്ധിച്ചൊരു കാര്യം, പോപ്പ് ബെനഡിക്റ്റ് 14 ഇപ്പം അദ്ദേഹം 1741 ഒരു ബുള്ള് ഇറക്കി, ഒരു പ്രബോധനം ഇറക്കി, ഒരു നിർദ്ദേശം കൊടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അനുസരിച്ച് ക്രൈസ്തവരൊരിക്കലും മറ്റുള്ളവരെ അടിമകളായിട്ട് വയ്ക്കാനായിട്ട്, മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അടിമകളാക്കി വയ്ക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ ഗിരിഗിരി 16 മാർപ്പാപ്പ, അദ്ദേഹം ഇത് തന്നെയാണ്, മനുഷ്യൻ മഹത്വം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അവരെ ഈ അടിമകളായിട്ട് മനുഷ്യരെ കാണാനായിട്ട് പാടില്ല, അടിമത്ത വ്യവസ്ഥ നിർത്തലാക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ചിലപ്പോഴെങ്കിലും മാർപ്പാപ്പമാർ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ആളുകളെ അടിമയായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സഭയിൽ നിന്നും പുറന്തള്ളപ്പെടും, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്ന കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഈ സഭ അതിൽ തെറ്റ് കാണാത്ത, പ്രത്യേകിച്ച് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ അടിമകളാക്കി അങ്ങനെ വയ്ക്കുന്നതിൽ അടിമത്ത സമ്പ്രദായത്തോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അടിമകളോടുള്ള അടിമത്ത സമ്പ്രദായത്തോടുള്ള സഭയുടെ ഈ ചരിത്രത്തിലുള്ള ചില നിലപാടുകൾ സങ്കീർണമാണെന്ന് പറയുന്നത്. അനുകൂലമായിട്ടുണ്ടായിരുന്നു, പ്രതികൂലമായിട്ടുണ്ടായിരുന്നു, സാറ് പറഞ്ഞ പോലെ നിശബ്ദമായിട്ടുള്ള ഒരു നിസ്സംഗത എന്ന് പറയുമ്പോഴത്തേക്കും അത് നാട്ടുനടപ്പാണ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അതിനകത്ത് ഇടപെടുന്നില്ല. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൻ്റെയും ആ ദേശത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം പെട്ടെന്നൊരു ഒരു മാറ്റമൊന്നും ഒരു ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗങ്ങളൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരികയല്ല. പക്ഷേ സഭ വളരെ ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് സഭയിൽ മാർപ്പാപ്പന്മാർ ഈ റീസെൻ്റായിട്ടുള്ള ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് സഭ ചെയ്ത ഇങ്ങനെ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയോ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിസ്സംഗമായിട്ട് ഉള്ള ഒരു നിലപാടെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അത് ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള തിന്മയാണ്, തെറ്റാണ് എന്ന് ഏറ്റുപറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ ഈ ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അടുത്ത നാളിലെ ചാക്രിക ലേഖനത്തിൽ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അതിലും മാപ്പ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ അടിമത്തത്തെക്കുറിച്ച് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന അടിമത്തത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നു. അപ്പോൾ ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകൾ അടിമകളായിട്ട്, അപ്പോൾ യജമാനന്മാർ വളരെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലപാടൊക്കെ ചിലപ്പോഴെങ്കിലും എടുത്തതിൻ്റെ കാരണം അവർ റാഷണൽ ബീയിങ്സ് അല്ല, ബുദ്ധിയുള്ളവരല്ല എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അജ്ഞത കൊണ്ട് സംഭവിച്ച ഒരുപാട് കാര്യമാണ്. പക്ഷേ അത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്, പാപമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മാപ്പ് ചോദിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ സഭയുടെ നിലപാട്, ഔദ്യോഗികമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഇത് തിന്മയായിട്ടുള്ളൊരു കാര്യമാണ്, മനുഷ്യ മഹത്വം. പക്ഷേ അത് ചില കാലഘട്ടത്തിലെങ്കിലും സഭ ആ ഒരു മനുഷ്യമഹത്വം മനസ്സിലാക്കാതെ സഭയുടെ നിലപാട് ഈ അടിമത്ത സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. മറ്റൊരു ചോദ്യം പലപ്പോഴും മറ്റുള്ളവർ ചോദിക്കുന്നതാണ്. പൊതുവെ നമ്മുടെ സഭയുടെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മുടെ ആളുകൾക്ക് സഭാ സ്ഥാപനങ്ങളിലും ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ വേണ്ടത്ര നീതി ലഭിക്കുന്നില്ല എന്നുള്ള, പ്രത്യേകിച്ച് അപ്പോയിൻമെൻറ്റ്സിൽ ജോലി കാര്യത്തിലോ കോളേജിൽ സ്കൂളിലൊക്കെ അഡ്മിഷൻ്റെ കാര്യത്തിലോ ഒക്കെ വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ നീതിയോ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ ഉണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയാം? ഇപ്പോൾ അത് ചരിത്രത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ചരിത്രത്തിൽ നമുക്ക് ഈ സഭയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് സഭയ്ക്ക് ദൈവികവും മാനുഷികവുമായിട്ടുള്ള ഈ ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യർ പ്രവർത്തിക്കുന്നു. ആത്മാവിനാൽ നിറഞ്ഞ മനുഷ്യരാണ് സഭയിലുള്ളത്, അങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയമായിട്ട് ഈ അംഗങ്ങൾ, അത് അധികാരികളായിക്കൊള്ളട്ടെ സാധാരണ ആത്മാരായിക്കൊള്ളട്ടെ, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പുരോഹിതർക്ക്, സന്യസ്തർക്ക്, ആത്മായർക്കൊക്കെ അവരുടെ വിളിയോട് ചിലപ്പോഴെങ്കിലും വിശ്വസ പുലർത്തി ജീവിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നതിൻ്റെ കാരണം അതാണല്ലോ. അപ്പം ദൈവികമായിട്ടുള്ള ആ വശത്തിൻ്റെ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ദൈവികവും മാനുഷികമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. എപ്പോഴും ദൈവസ്വരത്തിന് മനുഷ്യർ അനുകൂലമായിട്ടുള്ള മറുപടി കൊടുക്കാതെയും മനുഷ്യൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾ മുമ്പോട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ അവിടെ മുമ്പ് പറയുന്ന ക്രമക്കേട് സംഭവിക്കുന്നുള്ളൊരു കാര്യമാണ്. അത് സഭയിൽ, അത് ആഗോള സഭയിലും അതുപോലെ തന്നെ പ്രാദേശിക സഭകളിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇതുപോലെ തന്നെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സഭ നടത്തുന്ന സ്ഥാപനങ്ങളിലും നീതി, കരുണ, സ്നേഹം, അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി അതൊക്കെ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തിന് ആ നീതിയുടെ അതായിട്ടുള്ള അത് ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം
നോക്കാത്ത മാനുഷികമായിട്ടുള്ള പല ഘടകങ്ങളും മുമ്പിൽ വരുമ്പോഴത്തേക്കും മുമ്പ് പറഞ്ഞതുപോലെ മറ്റ് പരിഗണനകളൊക്കെ വരുമ്പോഴത്തേക്കും നീതി ആളുകൾക്ക് നിഷേധിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു സ്കൂളിൽ ഒരു നിയമനം, അധ്യാപകൻ്റെ നിയമനം, അല്ലെങ്കിൽ വേറെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ നിയമനം. അപ്പോൾ ആ നിയമനത്തിന് ഒരുപാട് പേര് ആപ്ലിക്കേഷൻ തരാൻ കാണും. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് യോഗ്യരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അപേക്ഷിക്കുമ്പോഴും അത്രമാത്രം യോഗ്യതയില്ലാത്ത ചിലപ്പോൾ ആളുകളെ മറ്റു ചില പരിഗണനകൾ സമ്മർദ്ദത്തിൻ്റെയൊക്കെ പേരിൽ, അപ്പോൾ പിന്നെ ഒരു മന്ത്രിയാണ് വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പിതാവാണ് വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവാണ് പറഞ്ഞത്, അദ്ദേഹം ഇതിന് ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്, ആ പരിഗണനയിലൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് അസത്തിൽ അത് നീതി നിഷേധമാണ്. അത് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇന്നിപ്പം ഈ അഡ്മിഷൻ്റെ കാര്യത്തിൽ ഈ നമ്മൾ സഭ നടത്തുന്ന ഏതെങ്കിലും സമുദായം നടത്തുന്ന സമുദായ കോട്ട ഉണ്ട്. ഈ കുട്ടികളെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ അഡ്മിഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഇത്ര ശതമാനം സമുദായത്തിൻ്റെ. പക്ഷേ ഇപ്പോഴത്തേതനുസരിച്ച് അത് നല്ല നിയമമാണ്. ആ നിയമം അനുസരിച്ച് ഈ സമുദായത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഉയർന്ന ഒരു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റാങ്കിലുള്ളവർക്കാണ്, റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അതനുസരിച്ച് കൊടുക്കാവുള്ളെന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാൻ ചെയ്യാം എത്ര ശതമാനം മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് കൊടുത്തുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ഇത് പറ്റില്ല. ഇങ്ങനെയുള്ള അനർഹരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ കൊടുക്കാനായിട്ട് ഇന്നത്തെ സ്ഥിതിയിൽ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ചിലപ്പോൾ ഈ സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പിനൊക്കെ ആയിട്ട് പൈസ വേണം. അപ്പോൾ അതിന് ഇത് ചോദിച്ചിരിക്കുന്ന അതിന് സംഭാവന ചോദിക്കുന്ന ആളുകൾ, അതിന് കൊടുക്കാൻ പറ്റുന്ന ആളുകളെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് സഭയുടെ പൊതുവായിട്ടുള്ള കേരളത്തിലെ നോക്കുമ്പോഴത്തേക്കും പൊതുവായിട്ടുള്ള നിലപാട് ഇത് തെറ്റാണെന്നും അങ്ങനെ ഒരു രൂപതയും പാടില്ലെന്നും കർശനമായിട്ടുള്ള നിർദ്ദേശം രൂപതാധികാരികൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ നിലയ്ക്ക്, എൻ്റെ അറിവ് പെട്ടിടത്തോളം. അങ്ങനെയാണ്. മറ്റൊരു വളരെ ഗൗരവമായ ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്. അതായത് ചില അവസരങ്ങളിലൊക്കെ സ്ത്രീകളോടും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആളുകളോടൊക്കെയുള്ള സഭയുടെ അധികാരികളുടെ അല്ലെങ്കിൽ പുരോഹിതരുടെ ഒക്കെ ചിലപ്പോൾ പെരുമാറ്റങ്ങളൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത്ര നീതി കിട്ടാതെ പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ സംശയം ചോദിക്കുന്നുണ്ട്. അതിപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ പത്രങ്ങളിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയൊക്കെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നീതി നിഷേധിക്കുക, അതിലുപരി മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ, സമീപനങ്ങൾ, സഭാ സമൂഹത്തിൽ കൂടുതൽ മാതൃകാപരമായിട്ട് ജീവിക്കാനായിട്ട് പ്രത്യേകമായ വിധത്തിൽ കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളോടുള്ള ഒരു പെരുമാറ്റം, മോശമായിട്ടുള്ള പെരുമാറ്റം, കുട്ടികളോടുള്ള പ്രത്യേകിച്ച് ബാലപീഡനങ്ങൾ, അത് സഭയുടെ ചരിത്രത്തിൽ വന്നുപോയിട്ടുള്ള, സഭയുടെ ചരിത്രത്തിൽ ആളുകളുടെ ഈ പറയുന്ന ഉയർന്ന നിലവാരം പുലർത്തേണ്ടതായിട്ടുള്ള ആളുകളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ, അപജയങ്ങൾ, ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളുമാണ്. ഇടർച്ചയ്ക്ക് കാരണമാകുന്നെന്ന് മാത്രമല്ല അതിന് ഇരകളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ള വലിയ ഒരു മാനസികമായിട്ടുള്ള ആഘാതമുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഒരു വ്യത്യാസം വരുന്നൊരു കാര്യമുണ്ട്. കാഴ്ചപ്പാടിൽ ഒരു സഭയെ സമീപിക്കുക, സഭയെ വീക്ഷിക്കുന്നത് ഏത് തരത്തിലാണെന്നുള്ളതാണ്. അത് നമ്മുടെ മാർപ്പാപ്പമാർ സഭയിൽ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട്, ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകളോടുള്ള സഭയിലെ അധികാരികളുടെ സമീപനത്തിലൊരു മൃദു ആയിട്ടുള്ളൊരു സമീപനം ചില കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്.
അത് ഞാനിപ്പം ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മാർപ്പാപ്പന്മാർ ഇങ്ങനെയുള്ള തെറ്റുകൾ സഭയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പരസ്യമായിട്ട് ഏറ്റുപറയുകയും അതിന് മാപ്പപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സെക്ഷൽ അബ്യൂസിൻ്റെ ആ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പോളിസി നിലപാട് എന്ന് പറയുന്നത് 0 ടോളറൻസ് ആണ്. യാതൊരു തരത്തിലുള്ള ഒരു പൊരുത്തപ്പെടലും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. ഗൗരവമായിട്ടുള്ള ശിക്ഷ നടപടികൾക്ക് അവർ അവരെ വിധേയരാക്കണം എന്നുള്ളതാണ് സഭ. ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കുകയോ മൂടി വയ്ക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല. പണ്ടത് മൂടി വെച്ചിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ടല്ലോ. മാർപ്പാപ്പമാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മൂടി വയ്ക്കുന്ന ഒരു ഇതുണ്ട്, അത് ഗുരുതരമായിട്ടുള്ള ഒരു ഇതാണ്. അവരെ സംരക്ഷിക്കാനായിട്ട് നോക്കുന്ന, തെറ്റ് ചെയ്തവരെ, കുറ്റവാളികളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. കുറ്റവാളികൾ അത് അവരുടെ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട്, അതോടൊപ്പം തന്നെ തെറ്റിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് വിധേയമാക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് നമുക്ക് ആദിമസഭയിൽ തന്നെ പൗലോസിൻ്റെ നിലപാട് തന്നെ, ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം? സഭയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത്, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തിനാണ്? അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം വേണ്ട വിധത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തത് കൊണ്ട്, ഈ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി എടുത്തത് കൊണ്ട് ഈ വേദന അനുഭവിച്ച മനുഷ്യർക്ക് അതൊരു നീതിയാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അതല്ല. കാരണം അവരുടെ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതിന് മറ്റൊന്നും ഒരു പരിഹാരമല്ല. എങ്കിലും അത് സഭയുടെ ഭാഗത്തുനിന്ന് ഒരു നീതി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അതിന് പരിഹാരം ചെയ്യേണ്ടതുമായിട്ടുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് ഇനി ഇതുപോലെ സംഭവിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഉള്ള സഭയുടെ ഭാഗത്തുനിന്ന്, ഔദ്യോഗിക സഭയുടെ ഭാഗത്തുനിന്ന് നിലപാട് സ്വീകരിക്കണം. പക്ഷേ മനുഷ്യവംശം ഉള്ളിടത്തോളം കാലം ഈ കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ടാകാം, ചില വീഴ്ചകളും സംഭവിക്കാം. ഇങ്ങനെയൊക്കെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരി. പക്ഷേ അതിനോട് ഒരു തരത്തിലുള്ള ഒരു പൊരുത്തപ്പെടലും പാടില്ല എന്നുള്ളത്, അത് വത്തിക്കാനിൽ നിന്നൊക്കെ എൻ്റെ അറിയപ്പെട്ടിടത്തോളം എല്ലാ രൂപതാധ്യക്ഷന്മാർക്കും അതുപോലെ സന്യാസ അധികാരികൾക്കും ഈ നിർദ്ദേശം ഈ ഒരു കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചിട്ടുണ്ട്, പൊതുവെ ചോദിക്കുന്നതാണ്, സഭയിലെ ഇപ്പോൾ വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ പലപ്പോഴും അവരുടെ ബന്ധുക്കളോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉള്ള ജോലി കൊടുക്കാനുള്ള ഒരു മാർഗമായി, വേദിയായിട്ടാണ് കാണുന്നതെന്നുള്ളൊരു പരാതി കുറേയൊക്കെ ഉണ്ട്. അച്ഛനതിനെക്കുറിച്ച് എന്താണ്? നമ്മൾ അതേക്കുറിച്ച് പറയുമ്പോൾ അത് എത്രമാത്രം വാസ്തവമുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അത് നടപ്പാകില്ല. ഒരുപക്ഷെ പണ്ട് ചിലപ്പോൾ ഒരു സ്കൂളിലൊരു ജോലി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കുമ്പോഴത്തേക്കും ആ രൂപതയിലോ സന്യാസ സഭയിലോ ഒക്കെയുള്ള ആളുകളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇന്നെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ അതീവ ശ്രദ്ധ. ഇന്നിപ്പോൾ ഈ മാനദണ്ഡം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അതിനുവേണ്ട യോഗ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുകയാണ്. അനർഹരായിട്ടുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നൊരു കാര്യമാണ്. പണ്ട് അങ്ങനെയൊന്നും നോക്കിയല്ലായിരുന്നു. അതിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഗുണം ഇന്നിപ്പോൾ എല്ലാം കോമ്പറ്റീറ്റീവാണ്, മത്സരമുണ്ട്. ഇപ്പോൾ ഒരു സ്കൂള് നടത്തുമ്പോൾ, ഒരു സഭ നടത്തുമ്പോൾ, അല്ലെങ്കിൽ രൂപ നടത്തുമ്പോൾ ആ സ്കൂള് ഏറ്റവും നല്ല സ്കൂളായിരിക്കണമെന്നുള്ളതുണ്ട്. നന്നായിട്ട് നല്ല വിജയ ശതമാനമുള്ള ഒരു സ്കൂളായി വരണം, ആ കുട്ടികൾ നല്ല മാതൃകാപരമായിട്ടൊക്കെ പോകുന്ന അങ്ങനെയുള്ളൊരു കോമ്പറ്റീഷൻ. അങ്ങനെയുള്ള സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് യോഗ്യത മറികടന്ന് ആളുകളെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഈ മാനേജ്മെൻറ്റ് താല്പര്യപ്പെടുകയല്ല. അപ്പോൾ യോഗ്യതയുള്ള അധ്യാപകർ അവിടെ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതില്ലെന്നുണ്ടെങ്കിൽ തന്നെ ആളുകൾ ഈ പറയുന്ന ഇതിൻ്റെ ആ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ അതിൻ്റെ ഒരു സമിതിയൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ മനുഷ്യരെ ചോദ്യം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാനേജ്മെൻറ്റുകളും ഒക്കെ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പഴയ ആ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും പറയുന്നത് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഇന്ന് അത് അത്രമാത്രം നടപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് അങ്ങനെ അത്ര അതല്ല, അതിൽ ബന്ധത്തിൽപ്പെട്ടവരും ഒക്കെ
വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അച്ഛാ, നമ്മൾ ഈ നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായാണ്. ഇത് നമ്മുടെ ഈ പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡാണല്ലോ. അച്ഛന് ഇതിനെക്കുറിച്ച് ഒരു മൊത്തമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഒരു വിലയിരുത്തൽ? നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ബൈബിളിലെ സാമൂഹ്യ ദർശനം അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സഭയുടെ സാമൂഹ്യ ദർശനം കണ്ടത്. അപ്പോൾ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന് പറയുന്നത് മനുഷ്യ മഹത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹ്യ ദർശനമാണ്. പഴയ നിയമത്തിൽ അത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അതാണ് മനുഷ്യൻ്റെ മഹത്വം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണം വഴി വീണ്ടെടുക്കപ്പെട്ട അവരാണ് എല്ലാ മനുഷ്യരും. അതായത് ക്രിസ്തുവിൻ്റെ രക്തത്തോളം വിലയുള്ളവരാണ്. അപ്പോൾ മനുഷ്യമഹത്വമാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. അതിനുള്ള സംവിധാനം നൽകാനായിട്ട് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് അത് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. സഭയ്ക്ക് അതിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് ബൈബിള് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ സമൂഹത്തിന്, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക്, പുതിയ നിയമത്തിൽ സഭയ്ക്ക് അതിന് വലിയ ഉത്തരവാദിത്വം. നിങ്ങൾ ലോകത്തിൻ്റെ ദീപമാണ്. അപ്പം നമ്മൾ ഈ വിശ്വാസികളുടെ സമൂഹത്തോട് ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ആവശ്യം വാസ്തവത്തിൽ സഭയിലൂടെ നിർവഹിക്കേണ്ടതാണ്. സഭ നിർവഹിച്ചിട്ടുണ്ട്, നിർവഹിച്ചു വരുന്നു. പക്ഷെ ഇതിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോരായ്മകളൊക്കെ തിരുത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും ദൈവമക്കളാണെന്നുള്ള ചിന്തയിൽ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം എല്ലാ വിശ്വാസികൾക്കും, വിശ്വാസികളുടെ സമൂഹമായിട്ടുള്ള ഇടവകൾക്കും രൂപതകൾക്കും ആഗോള സഭയ്ക്കും ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ അവതരിപ്പിച്ച ഈ കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരമ്പരയിലുടനീളം നമ്മളുമായി ഈ വിഷയം പങ്കുവെച്ച് വളരെ സുദീർഘമായ രീതിയിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ പ്രേക്ഷകരായ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ പരമ്പര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പരമ്പരയിലുടനീളം നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ഇതിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങൾക്ക് അയക്കുകയും ചെയ്തു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഒത്തിരി നന്ദി. നമസ്കാരം.